കുഞ്ഞുങ്ങൾക്കും ഈ ഗ്യാസ് ഉണ്ടെന്ന് അമ്മമാർ പറഞ്ഞിട്ട് കുഞ്ഞൊന്ന് കരയുമ്പോഴത്തേക്ക് മരുന്ന് കൊടുക്കുന്നതാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ബേസിക്കലി അത് ഗ്യാസ് അല്ല കുട്ടി കരയുന്നത്. ഞാൻ പറഞ്ഞു ഗ്യാസ് കൊണ്ട് ഒരു കുട്ടി കരയില്ല. ഗ്രൈപ്പിംഗ് പെയിൻ വരും. മോട്ടിലിറ്റി ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഈ മൂവ്മെന്റ് അന്ന് റെഗുലറായിട്ട് നടക്കുന്ന കണ്ടില്ലേ. സപ്പോസ് ഈ ഒരു സെഗ്മെന്റ് അങ്ങോട്ട് കോച്ച് പിടിച്ചെന്ന് വെച്ചു, സ്പാസം വരും. സ്പാസം വന്നാൽ പെയിൻ വരും. പെയിൻ വരുമ്പോഴാണ് പലപ്പോഴും കുട്ടി കരയുക. കുട്ടിക്ക് കരച്ചിൽ വരണമെങ്കിൽ ഒന്ന് ബ്ലോട്ട് ചെയ്തെന്ന് പറഞ്ഞ ഒരു കുട്ടിയും കരയില്ല. കരയുന്നത് ആ സെഗ്മെന്റ് സ്പാസത്തിലേക്ക് പോയിട്ട് കോളിക്ക് ഒരു പെയിൻ വന്നാൽ കരയും. അപ്പോൾ അതിനൊരു റീസൺ ഉണ്ടാവും. അത് ഗ്യാസ് കെട്ടിയിട്ട് വരുന്ന റീസൺ അല്ലത്. അപ്പം അതിന് നമ്മൾ പലപ്പോഴും മരുന്ന് കൊടുക്കുന്ന ആ സ്പാസം റിലീവ് ചെയ്യാനാണ്. പഴയ ഗ്രൈപ്പ് വാട്ടർ എന്നൊക്കെ പറയുന്ന സാധനം ആ സ്പാസം കുറയ്ക്കാനായിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ നാട്ടുമ്പുറത്താണേലും ഗ്യാസിന് വേണ്ടിയിട്ട് നമ്മൾ ഇഞ്ചി നീര് കുടിക്കുക, ജിഞ്ചിപ്പറി, അല്ലെങ്കിൽ നമ്മൾ തേന്, പിന്നെ ലൈം ടീ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കുമ്പോൾ ഇൻറ്റസ്റ്റൈൻ്റെ മൂവ്മെൻറ്റിനെയാണ് അത് കൺട്രോൾ ചെയ്യുന്നത്. മോട്ടിലിറ്റി കൺട്രോൾ വന്നു കഴിയുമ്പോഴേക്കും അത് ഡിസപ്പിയർ ചെയ്യും ആ സിംറ്റം. അപ്പോൾ അവർ പറയും ഗ്യാസ് പോയെന്ന്. ആക്ച്വലി അത് ഗ്യാസ് അല്ല. അത് മനസ്സിലായോ? കുട്ടിക്കാണെങ്കിലും ഒരു കരഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നെവർ എ ഗ്യാസ് പ്രോബ്ലം.